ഏഷ്യാ കപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ പോരാട്ടം. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിയോടെയാണ് മത്സരം. ഓപ്പണർ അഭിഷേക് ശർമ്മ ഫോമിലാണുള്ളതെന്ന് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ബോളിംഗ് നിരയിൽ ജസ്പ്രീത് ബുംറയുടെ മങ്ങിയ ഫോം തിരിച്ചടിയാകുമോ എന്നതും ഉയരുന്ന ചോദ്യമാണ്. എന്നാൽ നിർണായക മത്സരങ്ങളിലെ പോലെ ബുംറയ്ക്ക് ഫോമിൽ ഉയരാമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. വിവരങ്ങൾ നൽകുന്നത് റസീനാണ്. റസീൻ, എന്തായാലും പ്രതീക്ഷ മങ്ങാത്ത രീതിയിൽ തന്നെ ഇന്ത്യ അങ്ങ് കപ്പെടുക്കുമല്ലേ? രേണു, ഏഷ്യ കപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ്. ഈ ഫൈനൽ മത്സരത്തിൽ ഇന്ന് ഇന്ത്യ ഇറങ്ങുമ്പോൾ ആരാധകരുടെ പ്രതീക്ഷയും ആശങ്കയുടെയും ത്രാസ് തുല്യ ഭാരത്തിലാണ് എന്ന് വേണം പറയാൻ. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത് 9ാമത് കിരീടം സ്വന്തമാക്കാൻ വേണ്ടിയാണ്. ഇതിനു മുൻപ് ഇന്ത്യ 8 ഏഷ്യ കപ്പ് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപ്, അതായത് 8 കിരീടങ്ങൾ, ഒന്ന് സുനിൽ ഗവാസ്കറുടെ കീഴിലും മറ്റൊന്ന് ദിലീപ് വെങ്സർക്കാരുടെ കീഴിലുമാണ് നേടിയിട്ടുള്ളത്. മുഹമ്മദ് അസഹറുദ്ദീൻ, MS ധോണി, അതുപോലെ രോഹിത് ശർമ്മ, ഇവരുടെ കീഴിൽ ഈ രണ്ട് തവണ വീതം ഇന്ത്യക്ക് ഏഷ്യ കപ്പ് കിരീടം മുത്തമിടാൻ സാധിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിൻ്റെ ഈ പട്ടികയിലേക്കാണ് സൂര്യകുമാർ തൻ്റെ സംഘത്തെയും കൊണ്ട് കളിക്കാൻ വരുന്നത്. ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ത്യൻ ടീം കളിക്കാൻ ഇറങ്ങുന്നത്. ഈ ഫൈനൽ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഈ മത്സരം ഇന്ത്യ കളിക്കുന്നത് ചിരവൈരികളായ പാകിസ്ഥാനെതിരെയാണ് എന്നതാണ്. ഒരു ഏഷ്യ കപ്പ് ടൂർണമെൻറ്റിലെ ഫൈനലിൽ പാകിസ്ഥാനെ ഇന്ത്യ നേരിടുന്നത് ഇതാദ്യമായിട്ടാണെന്ന പ്രത്യേകത ഈ മത്സരത്തിനുണ്ട്. ഇനി ഈ ടൂർണമെന്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഈ ടൂർണമെന്റിൽ ഇതിനു മുൻപ് ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു വട്ടവും അതുപോലെ തന്നെ സൂപ്പർ 4-ൽ ഒരു തവണയായി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മുന്നേ നടന്നിരുന്നു. അപ്പോൾ ഇത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള 3ാമത് മത്സരം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. ഒരു ടൂർണമെന്റിൽ 2 ടീമുകൾ തമ്മിൽ 3 തവണ മാറ്റിരിക്കുന്നത് അത്യപൂർവമായ കാഴ്ചയാണ്. അത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മത്സരമാകുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ ആവേശഭരിതമുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ കളി ഇതിന് മുന്നത്തെ ഞായറാഴ്ചയായിരുന്നു. സൂപ്പർ 4 മത്സരം തൊട്ട് മുന്നത്തെ ഞായറാഴ്ചയായിരുന്നു. ഇത് 3ാമത്തെ ഞായറാഴ്ച. അതായത് തുടർച്ചയായി 3 ഞായറാഴ്ചകളിൽ ആവേശ പോരാട്ടം എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ആരാധകരുള്ളത്. ഇനി ഈ പാകിസ്ഥാൻ ഇന്ത്യ മത്സരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി ഇതിനെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു യുദ്ധസമാന സാഹചര്യങ്ങളിലൂടെ ഏതാനും ദിവസങ്ങൾ മുമ്പ്, അല്ലെങ്കിൽ ആഴ്ചകൾ മുൻപ് കടന്നു പോയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യ പശ്ചാത്തലത്തിൽ ലെജൻഡ്സ് ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യ ബാക്ക് ഔട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാനെതിരെ തങ്ങൾ കളിക്കുകയില്ല എന്ന നിലപാടിലായിരുന്നു അന്ന് ബാക്ക് ചെയ്തിരുന്നത്. ഇനി ഈ ഏഷ്യ കപ്പിലേക്ക് വരികയാണെങ്കിൽ, ഏഷ്യ കപ്പിൽ ഇന്ത്യ കളിക്കേണ്ടതില്ല, പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിക്കേണ്ടതില്ല എന്ന ആവശ്യവുമായി ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നിരുന്നു. ഈ എല്ലാ സാഹചര്യത്തിനും ശേഷമാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങുന്നത്. ഇനി കളി ആരംഭിച്ചപ്പോൾ തന്നെ ഗ്രൂപ്പ് സ്റ്റേജിലാകട്ടെ സൂപ്പർ 4-ലാകട്ടെ ടോസിന് ശേഷവും അതുപോലെ തന്നെ കളിയുടെ ശേഷവും കൈ കൊടുക്കാതെയാണ് ഇന്ത്യൻ സംഘം തിരിച്ച് മൈതാനത്ത് നിന്ന് മടങ്ങിയത്. നമുക്കറിയാം, ക്രിക്കറ്റ് ഈസ് എ ജെന്റിൽമാൻസ് ഗെയിം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ കൈ കൊടുത്തു പിരിയാതെ മത്സരം അവസാനിപ്പിച്ച മത്സരങ്ങൾ അധികം ഉണ്ടായതായി അറിവില്ല. അപ്പോൾ മൊത്തത്തിലൊരു പുകഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മത്സരം വരുന്നത്. അടുത്തതായി പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, അതായത് പാകിസ്ഥാൻ ബാറ്റർ ഷഹബ്സാദ ഫർഹാൻ, ഇദ്ദേഹം കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ തൻ്റെ ബാറ്റ് AK-47 തോക്കിനെ പോലെ വെച്ച് ഇന്ത്യൻ ആരാധകർക്ക് നേരെ വെടിയുതിർക്കുന്ന തരത്തിൽ ആഘോഷ പ്രകടനം നടത്തിയിരുന്നു. ഇതും ഏറെ ചർച്ചയായിരുന്നു. അപ്പോൾ ആരാധകർ ഇതിനൊക്കെ ഒരു പകരം വീട്ടാനുള്ള ഒരു ആവേശമുനയിൽ തന്നെയാണ് ആരാധകർ നിലവിൽ നിൽക്കുന്നത്. ഇനി മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യക്ക് ആശങ്കപ്പെടാനും കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ ഇന്ത്യയുടെ നെടും തൂണായിട്ടുള്ളത് അഭിഷേക് ശർമ്മയാണ്. അഭിഷേക് ശർമ്മ നിലവിൽ ഇന്ത്യക്കായി നേടിയത് 309 റൺസാണ്.
അതായത് ഇന്ത്യൻ ടീം നേടിയ മുഴുവൻ റൺസിന്റെ 35% അഭിഷേക് ശർമ്മയുടെ ബാറ്റിൽ നിന്നാണ് പിറന്നിട്ടുള്ളത്. അപ്പോൾ അഭിഷേക് ശർമ്മയുടെ പരിക്കാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ക്യാമ്പിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം. മുൻപെയുള്ള ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ പേശി വലിവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് മത്സരം പൂർത്തിയാക്കാതെ അഭിഷേക് ശർമ്മക്ക് കളം വിടേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെയാണ് ഹർദിക് പാണ്ഡ്യയുടെ കാര്യം. ഇന്ത്യയുടെ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ തൊട്ടു മുൻപെയുള്ള മത്സരത്തിൽ പേശി വലിവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഒരു ഓവർ മാത്രം ബോൾ എറിഞ്ഞു മടങ്ങേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇരുവരുടെയും പരിക്ക് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാമ്പിനെ സംബന്ധിച്ച് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മിഡിൽ ഓർഡർ അത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻസ് അതായത് സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, അതുപോലെ ഹർദിക് പാണ്ഡ്യ, ഈ ശിവം ദുബെ, ഇവർക്കാർക്കും വേണ്ട വിധം ഇന്ത്യക്കായി തിളങ്ങാൻ നിലവിൽ ഇതുവരെ സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ശിവം ദുബെക്ക് പകരം റിങ്കു സിംഗിനെ ഇറക്കണമെന്ന ആരാധക ആവശ്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. ഇനി മലയാളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരെ ആശങ്കപ്പെടുത്തുന്ന കാര്യം സഞ്ജു സാംസണിന്റെ സ്ക്വാഡ് ലൈനപ്പിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിനു മുൻപെയുള്ള സൂപ്പർ 4-ലെ ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ 1 ഡൗൺ ആയി സഞ്ജുവിനെ ഇറക്കുമെന്ന പ്രതീക്ഷയിൽ നിന്ന് ആരാധകർക്ക് മുൻപിലേക്ക് ദൂബെയാണ് ഇറക്കി വിട്ടത്. പിന്നീട് 7ാമത് ഓൾറൗണ്ടർ അക്സർ പട്ടേലിനെ ഇറക്കിയപ്പോൾ പോലും സഞ്ജു സാംസണിനെ ഇറക്കിയിരുന്നില്ല. ഇതിനെതിരെ വലിയ ആരാധക രോഷം അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ സൂര്യകുമാർ യാദവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത് ബംഗ്ലാദേശ് സ്പിന്നേഴ്സിനെ നേരിടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഇറക്കിയതെന്നാണ് അന്ന് സൂര്യകുമാർ യാദവ് പ്രതികരിച്ചത്. ഇതിനു ശേഷമുള്ള ശ്രീലങ്ക മത്സരത്തിൽ സഞ്ജു ഹസരംഗ, അതായത് ശ്രീലങ്കൻ ബോളർ ഹസരംഗ, സ്പിന്നറായിട്ടുള്ള ഹസരംഗക്കെതിരെ തുടർച്ചയായി എന്തായാലും വിവരങ്ങൾ വ്യക്തമായി. ഏഷ്യ കപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ പോരാട്ടം ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിയോടെയാണ് മത്സരം. ചരിത്രത്തിലേക്ക് വീണ്ടും ഇന്ത്യ എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും റസിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.